കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് സാംസ്കാരിക വിഭാഗം സമുദ്ര സാംസ്കാരിക കേന്ദ്രം വാർഷികാഘോഷവും കവിസംഗമവും സംഘടിപ്പിച്ചു. സമുദ്രതീരം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കൊല്ലം വിജയലക്ഷ്മി കാഷ്യൂ മാനേജിംഗ് പാർട്ണർ പ്രതാപ് ആർ നായർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ശ്രീ ബിജിലാൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഇവിടെ നടക്കുന്നുണ്ട്, അത് ഞാൻ പ്രതാപ് സാറൊന്ന് വന്ന് കാണണം. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഈ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാനും അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഉടനെ സമ്മതം മൂളി. ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ, നിങ്ങളെയെല്ലാം കണ്ടതിലും, ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ പുതുതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വരുന്ന പുതിയൊരു ബിൽഡിങ്ങും ബിജിലാൽ എന്നെ കാണിച്ചു. റൂവൽ സിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അത് ശരിക്കും ഒരു കൊട്ടാരം പോലെ ഇരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. അത് ഒരുപാട് കോടി രൂപ അദ്ദേഹം അതിന് ചിലവാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. റൂവൽ സിംഗിനെ പോലെ ആൾക്കാരെ ശരിക്കും ജീവിതത്തിൽ നമ്മുടെ വഴിയിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ റെയറായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം അത്ര സുഖകരമായ ഒരു ജീവിതമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എൻ്റെ ജീവിതം, ഇനിയുള്ള ജീവിതം ഞാൻ ചെലവാക്കും എന്ന് ഒരു വാശിയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് റൂവൽ സിംഗ്. ഇന്നിവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ കസേരയിലിരുന്നപ്പോഴും അദ്ദേഹം അവിടെ ദൂരെ ഇരിക്കുമായിരുന്നു, ഇപ്പോഴും ഇങ്ങോട്ട് വന്നിരുന്നത്. അപ്പോൾ മാറി നിൽക്കാൻ ഇഷ്ടമുള്ളൊരു വലിയൊരു ജാടയും അതൊന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എന്നെ മനസ്സിലായി, ഇദ്ദേഹം ശരിക്കും നിങ്ങളുടെ എല്ലാം ഒരു ദൈവമായിട്ട് നിങ്ങൾ കരുതണം അദ്ദേഹത്തിനെ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി കൊടുക്കുക. അത് അദ്ദേഹം ശരിക്കും ഡിസേർവ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ ഇപ്പം ഓരോ സ്ഥാനത്തിലിരിക്കുന്നതിൻ്റെ ഇതെല്ലാം വായിച്ചു വന്നു. പക്ഷെ ശരിക്കും സ്വാഗതം പ്രസംഗം പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ സൺ ഓഫ് കെ രവീന്ദ്രനാഥൻ നായർ എന്ന് മാത്രം പറയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആ അച്ഛൻ്റെ മകനായതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഓരോ പദവികളാണ്. അത് ഞാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷെ അച്ഛൻ്റെ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അത്ര ടാലൻറ്റഡും എഫിഷ്യൻറ്റും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും റൂവൽ സിംഗിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വലുതാക്കി കൊണ്ടുവരാനും ജീവിതം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. കവിയും എഴുത്തുകാരനുമായ ബാബു പക്കനാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. 4:30 മടങ്ങിപ്പോകണമെന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചല്ല, ഇവിടെ വരണം എന്ന് മാത്രം ആഗ്രഹിച്ച. കാരണം പാരിപ്പള്ളി ഗണേഷ് മുറി ഗ്രന്ഥശാലയിൽ
നാടകദിനം, ഇന്ന് നാടകദിനമായതുകൊണ്ട് നാടകദിനവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ഉണ്ട്. അവിടെ ഒരു നാടക അവതരണം ഉൾപ്പെടെ ഉണ്ട്. അത് കാണാനും കേൾക്കാനും ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ മടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ഉള്ള നിയോഗം വരുന്നത്. എനിക്ക് ഏറെ സന്തോഷം പകർന്നത് ഇങ്ങനെ ഒരു നിമിത്തം വന്നല്ലോ എന്നുള്ളതാണ്. ഞാൻ പോകാനായിട്ട് ഇതാണ്. കാരണം ഇന്നത്തെ ഉദ്ഘാടകൻ എനിക്കേറെ ആദരണീയനായിട്ടുള്ള ഒരാളിൻ്റെ മകനാണ്. ഞാൻ അടുത്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇങ്ങനെ അനുഭവിച്ചത്. നമ്മുടെ നാട്ടിൻ്റെ സാംസ്കാരിക നായകൻ അച്ചാണി രവി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നൊരു മഹാമനുഷ്യൻ, നമുക്ക് നല്ല സിനിമകളൊക്കെ തന്നിട്ട് പോയ ഒരു മനുഷ്യൻ. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ കാഞ്ചനസീത എന്ന് പറയുന്നൊരു സിനിമ കാണാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഉത്തരായണം എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് കാണാനേ സങ്കല്പിക്കാനേ പറ്റത്തില്ല. ഉത്തരായണം പോലൊരു സിനിമ നമുക്ക് കാണാൻ, അത് തിയേറ്ററിലൊന്നും വലുതായിട്ട് ഓടിയതല്ല, പക്ഷേ അതിങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അരവിന്ദൻ്റെ ഒരു സിനിമ രവി സാർ ഇത് നിർമ്മിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു വാർത്ത അന്ന് പത്രമാധ്യമങ്ങളിലൂടെ വരുമ്പോൾ തന്നെ ആ സിനിമ കാണാനുള്ള വല്ലാത്തൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. നമ്മുടെയൊക്കെ എൻ്റെ ആ തലമുറ, ഞങ്ങളൊക്കെ കോളേജ് വിദ്യാർത്ഥികളായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗൗരവതരമായ സിനിമകളെക്കുറിച്ച്, നാടകങ്ങളെക്കുറിച്ച്, നോവലുകളെക്കുറിച്ച്, കവിതകളെക്കുറിച്ചൊക്കെ നല്ല ചർച്ചകൾ നടക്കുന്ന കാലമാണ്. ക്യാമ്പസുകൾ കവിതയുടെയും വിമർശനത്തിൻ്റെയും സദുദ്ദേശ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ വേദിയായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ കോളേജ് വിദ്യാർത്ഥികളെന്ന് പറയുന്ന ഒരു വിഭാഗം അന്ന് നല്ല സാംസ്കാരിക നിലവാരം പുലർത്തിയിരുന്നു എന്നുള്ള, ഇന്നുള്ള ഇവിടെ സാംസ്കാരിക നിലവാരത്തെക്കുറിച്ച് അഭിപ്രായമില്ലെന്ന് ചോദിച്ചാൽ അഭിപ്രായമുണ്ട്, പക്ഷേ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നൊക്കെ ഗൗരവതരമായ ചർച്ചകൾ, സമാന്തര സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾ, നല്ല നോവലുകളെക്കുറിച്ച്, കഥകളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അകന്നകന്ന് പോയി. കാരണം പാഠ്യപദ്ധതികൾ അതിനനുസരിച്ച് മാറിപ്പോയി. പാഠ്യപദ്ധതിയിൽ, ഇന്നത്തെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കലയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള പഠനങ്ങളാണ്, അതിനാണ് വലിയ പ്രാധാന്യം വരുന്നത്. എന്തിന് കുമാരനാശാൻ്റെ കവിത പഠിക്കുന്നു, എന്തിന് ചങ്ങമ്പുഴയുടെ കവിത പഠിക്കുന്നു, എന്തിന് എൻ എൻ പിള്ളയുടെ നാടകം വായിക്കുന്നു, എന്തിന് എൻ എൻ പിള്ളയുടെ നാടകം സ്കൂളിൽ അവതരിപ്പിക്കുന്നു, KPSCയുടെ നാടകം അല്ലെങ്കിൽ തോപ്പിൽ ഭാസിയുടെ നാടകം എന്തിന്, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയരുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തരംതാഴ്ന്നു പോയി എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ സംഗതികൾ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം 70കളും 80കളും 90കളും, അതിനുശേഷമാണ് ഇത്തരം വളരെ മലിനീകരണം ഈ സാംസ്കാരിക രംഗത്ത് വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ 70കളിലും 80കളിലുമൊക്കെ സമാന്തര സിനിമ, കലാ ബോധം ഉൾക്കൊള്ളുന്ന സിനിമകൾ, പാരലൽ സിനിമ എന്നൊക്കെയുള്ള പേരിലാണ്. അപ്പോൾ ആ തരത്തിൽ അന്ന് പ്രസിദ്ധീകരണങ്ങളുമുണ്ട്. അപ്പോൾ ആ സിനിമകൾ, അത്തരം സിനിമകൾക്ക് നേതൃത്വം കൊടുത്തത്, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടുന്ന എല്ലാ കരുക്കളും കൊടുക്കുകയും നല്ല സംവിധായകർ, അരവിന്ദനെ പോലെ, അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഉള്ള സംവിധായകരെ രംഗത്ത് കൊണ്ടുവന്ന് നമ്മുടെ സിനിമയെ, കേരളത്തിൻ്റെ തനിമയെ, കേരളത്തിൻ്റെ സിനിമയെ, കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ, കേരളത്തിൻ്റെ കലാപൈതൃകത്തെ, കേരളത്തിൻ്റെ കലാനായ്മ്പുകളെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുന്നതിന് ചുക്കാൻ പിടിച്ച ഒരു മനുഷ്യൻ. അതാണ് അച്ചാണി രവി എന്ന് പറയും. നമ്മളങ്ങനെ രവി സാർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം നമ്മുടെ ഒരു ഈ വലിയ ആളുകളെ നമ്മൾ ആ പേര് പറഞ്ഞു. ഇപ്പം മോദി സാർ എന്ന് പറയുന്നത് അല്ല, മോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി, എല്ലാ ആളുകൾക്കും അങ്ങനെ പറയാൻ പറ്റും. ട്രംപ്, നമ്മൾ ട്രംപ് സാർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതങ്ങ്, ട്രംപ് സാർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ട്യൂട്ടറിൽ അധ്യാപകനായിട്ട് അദ്ദേഹം പോകും. മോദി സാർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് മാറും. അങ്ങനെ ആണ്. അപ്പോൾ അതിന് അപ്പുറമാണ്. ഇപ്പോൾ രവി സാർ എന്നൊക്കെ പറയുന്നതിനൊക്കെ അച്ചാണി രവി എന്ന് പറയുന്ന ഒരു തലത്തിൽ നമ്മുടെ എല്ലാം ആരാധനയ്ക്ക് പാത്രീഭൂതനായ ഒരാളിൻ്റെ മകൻ. നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം, അതിൻ്റെ ഉയർച്ച. ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ അവിടുത്തെ സോപാനം ഓഡിറ്റോറിയമായാലും ആ പബ്ലിക് ലൈബ്രറി ആയാലും അതുപോലുള്ള കൊല്ലത്തിൻ്റെ നാനാമുഖമായ സാംസ്കാരിക വികസനത്തിന് വേണ്ടുന്ന നായകത്വം വഹിച്ച ഒരാൾ. അതുപോലെ തൊഴിൽ,
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പേരിനോടൊപ്പം മുതലാളി എന്ന് പറയുന്ന ശ്രീകുമാർ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, അത് മുതലാളി അല്ല. അപ്പോൾ മുതലാളി എന്ന് പറയുമ്പോൾ ഈ കാതിലുമല്ല നല്ലതാളി എന്നൊക്കെ പറയുന്നത്, ഞാൻ ശ്രീകുമാർ ആ വാക്ക് പറയുമ്പോൾ കുഞ്ഞൻപിയുടെ വരിയിലേക്കാണ് ഞാനങ്ങ് പോയത്. മനസ്സിലായി, മുതലാളി എന്ന് പറയുമ്പോൾ നല്ലതാളി എന്നിങ്ങനെ പറയുന്ന കുഞ്ഞൻ നമ്പ്യാർ തമാശയായിട്ട് പറഞ്ഞൊരു ഇരയിമ്മൻ തമ്പി കുഞ്ഞൻ നമ്പ്യാരും ഇങ്ങനെ കാണുമ്പോൾ കൊട്ടാരത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ റാണി രാജകുമാരിയും തോഴിയും കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ ഇതിലാരാണ് സുന്ദരി എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, നല്ലതാളി എന്ന് പറയുന്ന ഒരു കമൻറ്റ്. അപ്പോൾ ഞാനീ പറയുന്നത് അത്തരത്തിൽ സൗന്ദര്യപരമായ ഒരു അനുഭൂതി പകരുന്ന തരത്തിലാണ് അച്ചാണി രവി മുതലാളി എന്ന് പറയുന്ന പദത്തിന് നമ്മുടെ എല്ലാം ഇടയിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ കുളിർപ്പിക്കുന്നുണ്ട് എന്നാണ്. കാരണം അങ്ങനെ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ കൊല്ലത്തിൻ്റെ ഒരു കരുത്ത്, ഒരു പവർ നഷ്ടപ്പെട്ടു, ഒരു ഊർജ്ജം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയുണ്ട്. തീർച്ചയായും ഇത് വീണ്ടെടുക്കുവാൻ നമ്മുടെ ഉദ്ഘാടകൻ ആയിട്ടുള്ള പ്രതാപ് അല്ലേ, പ്രതാപിന് കഴിയും എന്ന് ഞാൻ കരുതുന്നു. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. നമ്മുടെ സാംസ്കാരിക സ്ഥാപനം ഏതാണ്ട് 1 വർഷം പിന്നിടുകയാണ് ഇത് രൂപീകരിച്ചതിന് ശേഷം. വളരെ വലിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാട് ശ്രീ റുവൽ സിംഗിന് ഉണ്ടായത്. ഇത് ഒരു മതേതര വയോജന കേന്ദ്രം എന്ന അർത്ഥത്തിൽ തെരുവിലേക്ക് എറിയപ്പെടുകയോ പാർശ്വവൽക്കരിക്കുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന നിർധനരായ സാധാരണക്കാരായ വ്യക്തികൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജീവിക്കണം, അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ, സ്നേഹം ഒക്കെ നൽകുവാൻ വേണ്ടിയിട്ട് ആണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം അതിൻ്റെ അവിഭാജ്യ ഘടകമെന്നുള്ള നിലയിലാണ് സാംസ്കാരിക സംഘടനയും പ്രവർത്തിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ അത് രൂപീകരിച്ചിട്ടുള്ളത്. വളരെ വലിയ പ്രവർത്തനങ്ങളെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ 1 വർഷക്കാലത്തിനിടയ്ക്ക് പല പരിപാടികൾ, സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ധാരാളം പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കും. കവിയരങ്ങുകൾ പലതും ഇവിടെ നടന്നു കഴിഞ്ഞു. ശ്രീ മാമ്പള്ളി GR രഘുനാഥാണ് അതിൻ്റെ കവി കൂട്ടായ്മയുടെ ഇവിടുത്തെ ഒരു മുഖ്യ സംഘാടകൻ. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് M, വിജയലക്ഷ്മി കാഷ്യു, കൊല്ലം മാനേജിംഗ് പാർട്ണർ പ്രതാപ് R നായർക്ക് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് M, ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസർ ഡോക്ടർ CV ബിജിലാൽ, യൂണിക്കോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ അജയ് സുബ്രഹ്മണ്യം, പ്രകാശ് കളത്ര, അപ്സര ശശികുമാർ, ഷൺമുഖൻ, G ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ഞാനീ സമ്മേളനത്തിന് വരാൻ ആഗ്രഹിച്ചത് നമ്മുടെ രവി മുതലാളിയുടെ മകൻ ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നു എന്നറിഞ്ഞതിലാണ്. ഞാൻ പാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ്. റിട്ടയർ ചെയ്തിട്ട് 35 കൊല്ലം കഴിഞ്ഞു. അന്ന് ആ സ്ഥാപനം ആരംഭിക്കുന്ന കാലത്ത് ജീവിതത്തിൻ്റെ പുറംപോക്കിൽ കഴിഞ്ഞ രക്ഷിതാക്കളുടെ കുട്ടികളെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് അക്ഷര വെളിച്ചം നൽകുന്ന ഒരു പഴയ വിദ്യാലയമായിരുന്നു അത്. അന്ന് രവി മുതലാളിയുടെ ഭാര്യ നന്നായിട്ട് പാടുകയും ചെയ്യും. ഭാര്യ എല്ലാ മാസവും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പ്രഥമനും പായസവും പലഹാരങ്ങളുമൊക്കെ കൊണ്ടുവന്ന് ആ മഹതി തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുക്കും. അവരോട് ഒത്തിരുന്ന് ആഹാരം കഴിക്കും, ഞങ്ങൾക്കും തരും. അങ്ങനെ ആ കുടുംബവുമായി എനിക്ക് ഒരു ബന്ധമുണ്ട്. ഞാൻ ഇവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടെങ്കിലും ഞാൻ ആ പരിചയം പുതുക്കിയില്ല. അന്ന് അദ്ദേഹം വളരെ ചെറുപ്പമാണ്. ഞാനീ പറഞ്ഞത്, അദ്ദേഹം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് കാണാനും ഇത്തരം സ്ഥാപനങ്ങൾക്ക് മനസ്സറിഞ്ഞ് സംഭാവന ചെയ്യാനുള്ള സന്മനസ്സും ഉള്ള അദ്ദേഹത്തെ
ഈ സ്ഥാപനത്തിൻ്റെ മാഹാത്മ്യവും മഹത്വവും എത്ര കണ്ടുണ്ടെന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള അദ്ദേഹത്തിന് പെട്ടെന്ന് പോകണമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണും. പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടതിൽ എനിക്കുള്ള ഒരു സന്തോഷമെന്ന് പറയുന്നത്, അത് വിളിച്ചത് നമ്മുടെ ദിവാകരൻ സാറും രഘുനാഥും ഒക്കെ ആണ് ഞാനിവിടെ വരാൻ എന്നെ സഹായിച്ചത്. 10-90 കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുപോലുള്ള സ്ഥാപനം, അതായത് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്ന് പ്രവർത്തിക്കാനുള്ള ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ട ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് സന്തോഷവും അതുപോലെ തന്നെ അവർക്കുള്ള ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള നല്ല ആഹാരവുമൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തുഷ്ടരായി ഒരാൾ ഞാൻ ശ്രദ്ധിച്ചു, പാടുമ്പോൾ അതിമനോഹരമായി അത് ആസ്വദിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ നല്ല ആസ്വാദകരും ചിന്തകരും നമ്മൾ കാണാത്ത പലതും മഹത്വങ്ങളായിട്ടുള്ള പലരും ഈ കൂട്ടത്തിലുണ്ട്. അവരെ ഒന്ന് ഈ രീതിയിൽ ഒന്ന് മിനുക്കിയെടുത്താൽ അവരുടെ ജീവിതം ഭാസുരമായി തീരും. അതിന് വേണ്ട പ്രയത്നം തീർച്ചയായും ഉണ്ടാവും. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 4-5 വർഷമായി നാടിൻ്റെ ശ്രദ്ധയാകർഷിച്ച് വളരെ മാതൃകാപരമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സമുദ്ര മതേതര വയോജന കേന്ദ്രം. ഈ സ്ഥാപനത്തെ മാതൃകാപരമായി നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ മനുഷ്യജീവിതത്തിൽ കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും ഉള്ള പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും നിർലോഭം ഇവിടെ നടക്കുകയുണ്ടായി. ഇതിൻ്റെ ഏകദേശം ആരംഭം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം മനസ്സിലാക്കുകയും അത്യാവശ്യം ഇതിൽ പങ്കാളിയാകാൻ കഴിയുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യമായി ഈ സ്ഥാപനത്തോടൊപ്പം ഇവിടെ രൂപീകരിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥശാലയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ സ്ഥാപനത്തിനുണ്ടാകുകയും വളരെ മാതൃകാപരമായ ഒരു ഗ്രന്ഥശാല, സമുദ്ര ലൈബ്രറി, ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഗ്രാൻറ്റോടുകൂടി തന്നെ ഇവിടെ രൂപീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് വളരെ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ സാംസ്കാരിക സദസ്സ് രൂപീകരിച്ചതിൻ്റെ 1ാം വാർഷികമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിഗംഭീരമായ ഒരു ചടങ്ങായിട്ട് തന്നെ ഇത് നടക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ സ്വഭാവമല്ല. കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആണ് ഇന്ന് അത്ര വലിയ ഒരു ചടങ്ങൊന്നും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നത്. നമ്മളിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം എത്രയോ അനുഗ്രഹീതരായ കലാകാരന്മാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും മറ്റു മേഖലകളിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് അവരുടെ പ്രാതിനിധ്യവും അവരുടെ അവതരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ തന്നെ ഇതിൻ്റെ വളരെ ലളിതമായ രീതിയിൽ ഒരു കവിയരങ്ങാണ് ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് വേദിയിൽ കവി സമ്മേളനം അരങ്ങേറി. യാത്രക്കിടയിൽ വിയർത്തു കുളിച്ചു ഞാൻ വല്ലാതെ യുഷ്ണിച്ചു ദാഹിച്ചിരിക്കവേ റോഡരികിൽ കണ്ട ബേക്കറി മുന്നിലായി വാഹനം നിർത്തി ഇറങ്ങി ധൃതിയിൽ. യാത്രക്കിടയിൽ വിയർത്തു കുളിച്ചു ഞാൻ വല്ലാതെ യുഷ്ണിച്ചു ദാഹിച്ചിരിക്കവേ റോഡരികിൽ കണ്ട ബേക്കറി മുന്നിലായി വാഹനം നിർത്തി ഇറങ്ങി ധൃതിയിൽ. വില കൊടുത്തൊരു ബോട്ടിൽ വാട്ടർ മേടിക്കുന്ന ആർത്തിയിൽ മോന്തുന്നു ബാക്കിയോടാ കുപ്പി ഓടയിലെറിയുന്നു പുകച്ചുരുൾ പൊങ്ങുന്നു പ്രത്യക്ഷനാകുന്നു ഭൂതം കണക്കൊരാൾ. ഞാനാണുതുപ്പാൻ തെരുവിൻ്റെ കോണിൽ കിണർകുത്തി തെളിനീരാവോളം തന്നവൻ ഇത്രയും ദാർഢ്യം കടുപ്പം സഹാവേ കുടിവെള്ളമിങ്ങനെ നിന്ദ്യമായി കളയണോ. ഞാനാണുതുപ്പാൻ തെരുവിൻ്റെ കോണിൽ കിണർകുത്തി തെളിനീരാവോളം തന്നവൻ ഇത്രയും ദാർഢ്യം കടുപ്പം സഹാവേ കുടിവെള്ളമിങ്ങനെ നിന്ദ്യമായി കളയണോ. ബേക്കറിയിൽ നിന്ന് ഓക്സിജൻ വാങ്ങുന്ന
മരണവിലക്കാലം വിദൂരമല്ലോർക്കണം. ഉതുപ്പാൻ ക്ഷമിക്കണം, നിൻകഥ നാടകമാക്കി കളിച്ചവനാണു ഞാൻ. ഉതുപ്പാൻ ക്ഷമിക്കണം, നിൻ കഥ നാടകമാക്കി കളിച്ചവനാണ് ഞാൻ. കലോത്സവവേദിയിൽ ഉതുപ്പാനായി ജീവിച്ച് ബെസ്റ്റ് ആക്ടറായി ഞെളിഞ്ഞു നടന്നവൻ. എന്നിട്ടും താങ്കൾ അറിയാതെ പോയല്ലോ, കുറ്റപ്പെടുത്തുവാനില്ല ഞാനെങ്കിലും ഓർമ്മപ്പെടുത്തട്ടെ ഞാനോ കഥാപാത്രം, വായനക്കാരൻ്റെ ഹൃദയത്തിൽ ജീവിതം. എന്നെപ്പോലെ എത്രയോ പേരുണ്ടറിയണം പുസ്തകത്താളിൽ തപസ്സിരിക്കുന്നവർ. എന്നിട്ടും താങ്കൾ അറിയാതെ പോയല്ലോ, കുറ്റപ്പെടുത്തുവാനില്ല ഞാനെങ്കിലും ഓർമ്മപ്പെടുത്തട്ടെ ഞാനോ കഥാപാത്രം, വായനക്കാരൻ്റെ ഹൃദയത്തിൽ ജീവിതം. എന്നെപ്പോലെ എത്രയോ പേരുണ്ടറിയണം പുസ്തകത്താളിൽ തപസ്സിരിക്കുന്നവർ. പുസ്തകം വായന വിപ്ലവം ക്ലീശയായി, ഫാസിസ്റ്റ് ദാസ്യമത്യുത്തമം വളരുവാൻ. അതിനിടെ ഇതൊക്കെ ചീളാണുതുപ്പാൻ. വഴി മുടക്കാതെ ഒതുങ്ങി മടങ്ങുക. ഞാൻ ഒതുങ്ങാം സഖാവേ താങ്കളോടല്ലാതെ ആരോട് പറയാൻ. ആക്രാന്തം കളയണം, സിയാറ്റിൻ മൂപ്പൻ്റെ വാക്കുകൾ ഓർക്കണം. നിശബ്ദ വസന്തം പാഠമായി തീരണം. ഞാൻ ഒതുങ്ങാം സഖാവേ താങ്കളോടല്ലാതെ ആരോട് പറയാൻ. ആക്രാന്തം കളയണം, സിയാറ്റിൻ മൂപ്പൻ്റെ വാക്കുകൾ ഓർക്കണം. നിശബ്ദ വസന്തം പാഠമായി തീരണം. ഓ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതകതെയ്തോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതകതെയ്തോ. കൊല്ലം കണ്ടാലില്ലം വേണ്ട എന്ന ചൊല്ലങ്ങുറപ്പാക്കാൻ കൊല്ലത്തെ ജലോത്സവവും ഹേതുവായി മാറും. ഓ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതകതെയ്തോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതകതെയ്തോ. ചിന്നക്കടമണി മേട പുനരുരത്തൂക്കുവാല തങ്കശ്ശേരി തീരത്തുള്ള വിളക്കുമരം. ഓ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതകതെയ്തോ. ദേശിങ്ങനാട്ടരജന്മാർ ഭരിച്ച ഈ കൊല്ലത്തിൻ്റെ പൈതൃകങ്ങൾ നിരവധി നമുക്കു മുന്നിൽ. കടലും കായലുമായി ഉമ്മ വയ്ക്കും അഴിമുഖം സഞ്ചാരികൾക്കിഷ്ടമായ ദൃശ്യവിരുന്ദം. കല്ലടയാറഷ്ടമുടിക്കായലുമായി സംഗമിക്കും തീരഭൂവം തുരുത്തുകൾ ദൃശ്യവിരുന്ദം. ലഹളയാൽ ചരിത്രത്തിൽ ഇടം കൊണ്ട പെരിനാടും പെരുന്തേരാൽ പെരുമണ്ണും പ്രശസ്തി നേടി. ദളവയ്ക്കു സ്മാരകമായി അഷ്ടമുടിക്കായൽ തീരം ദളവപുരവുമെന്ന് നാമവും നൽകി. പറങ്കിയാനങ്ങൾ പണ്ട് താവളമായൊരുക്കിയ കായലിൻ്റെ തീരമല്ലോ സാമ്പ്രാണിക്കോടി. പടക്കപ്പലടുത്തയ പടപ്പക്കര തീരത്തെ കുതിരമുനമ്പിൻ കാറ്റിൽ മയങ്ങുമാരും. കളിമണ്ണാൽ കവിതകൾ എഴുതുന്ന സിറാമിക്സും അലിൻഡും അലൈഡും സ്റ്റാർച്ചും മറക്കവയ്യ. കടലുറങ്ങുന്നതെപ്പോഴെന്നറിയാനായി കവി ഉറങ്ങാതെ തീരത്തിരിക്കവേ. കവിതയാണോ ഉറങ്ങുന്നതെന്നൊരു ചിന്തയൻ അന്തരംഗത്തിൽ വന്നുപോയി. കടലുറങ്ങുന്നതെപ്പോഴെന്നറിയാനായി കവി ഉറങ്ങാതെ തീരത്തിരിക്കവേ. കവിതയാണോ ഉറങ്ങുന്നതെന്നൊരു ചിന്തയൻ അന്തരംഗത്തിൽ വന്നുപോയി. കടലുറങ്ങുന്ന നേരം അറിയാതെ കണ്ണു ചിമ്മാതെ കാത്തിരിക്കുമ്പോഴും. കടലുറങ്ങുന്ന നേരമറിയാതെ കണ്ണു ചിമ്മാതെ കാത്തിരിക്കുമ്പോഴും. കടലലകളിൽ നിന്നോട് ചൊല്ലുന്നു
സമയമായി നിനക്കിണമിഴി പൂട്ടുവാൻ. കടലലകളിന്നെന്നോട് ചൊല്ലുന്നു, സമയമായി നിനക്കിണമിഴി പൂട്ടുവാൻ. കവിതയൂറുന്ന നേരം തിരഞ്ഞു ഞാൻ നീലരാവിൽ ഉറങ്ങാതിരിക്കവേ. കവിതയൂറുന്ന നേരം തിരഞ്ഞു ഞാൻ നീലരാവിൽ ഉറങ്ങാതിരിക്കവേ. കവിതയായി എൻ്റെ മുന്നിൽ തിരുമുടി നീർത്തിയാടുന്നു നീർത്തിരമാലകൾ. കവിതയായി എൻ്റെ മുന്നിൽ തിരുമുടി നീർത്തിയാടുന്നു നീർത്തിരമാലകൾ. വിരിയും ഒരു നാൾ പിരിയും മറുനാൾ കരകൾ തേടിത്തിരയും നേരം. വിരിയും ഒരു നാൾ പിരിയും മറുനാൾ കരകൾ തേടിത്തിരയും നേരം. തിരയുടെ താളം കണ്ടറിയാം, കരയുടെ നോവുകളൊന്നറിയാം. തിരയുടെ താളം കണ്ടറിയാം, കരയുടെ നോവുകളൊന്നറിയാം. തിരയും തീരവും ഒന്നിച്ചുണർന്ന് കഥകൾ പലതായി ഞൊറിയുമ്പോൾ ഇലകൾ കൊഴിയും നേരങ്ങളിലും മറ്റിലകൾ ചിരിക്കും കാലങ്ങൾ. കഥകൾ പലതായി ഞൊറിയുമ്പോൾ ഇലകൾ കൊഴിയും നേരങ്ങളിലും മറ്റിലകൾ ചിരിക്കും കാലങ്ങൾ. കഥയറിയാതവറാട്ടം കാണും ഉടുതുണി മറുതുണി അറിയാതെ. കഥയറിയാതവരാട്ടം കാണും ഉടുതുണി മറുതുണി അറിയാതെ. വേഷപ്പകർച്ചകൾ പകരും നമ്മൾ, കാലത്തിൻ മറുകഥകൾ ഞൊറിയുന്നു. കലികാലത്തിൻ പൊരുളറിയാതെ പത്തി വിടർത്തി തുള്ളുമ്പോൾ. കലികാലത്തിൻ പൊരുളറിയാതെ പത്തി വിടർത്തി തുള്ളുമ്പോൾ. പുതുഭാവനകൾക്ക് ചിറകു വിരിച്ച് തൻ പൊൻകഥകൾ പാടി നടക്കാം. പുതുഭാവനകൾക്ക് ചിറകു വിരിച്ച് തൻ പൊൻകഥകൾ പാടി നടക്കാം. ഇനിയും ദൂരം താണ്ടാമെന്നൊരു ചിന്തകൾ ഹൃദയപഥങ്ങളിൽ നിറയും കാലം. കരുതൽ നന്നായി തുടരുന്നവരുടെ ഭാവനകൾ തൻ സാക്ഷാത്കൃതമാകും. കരുതൽ നന്നായി തുടരുന്നവരുടെ ഭാവനകൾ തൻ സാക്ഷാത്കൃതമാകും. സമയസൂചിക നിലതെറ്റാതൊരു കൃത്യത കാട്ടി കടന്നു വരുമെന്നും. പഞ്ചഭൂതങ്ങളായി വേർപെട്ടു പോകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ തൻ വിഗ്രഹത്തിൽ. പഞ്ചഭൂതങ്ങളായി വേർപെട്ടു പോകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ തൻ വിഗ്രഹത്തിൽ. കാലത്തെ വെല്ലുവാൻ ശേഷിയില്ലെങ്കിലും ജീവചൈതന്യമായി ബുദ്ധിസിദ്ധി. കാലത്തെ വെല്ലുവാൻ ശേഷിയില്ലെങ്കിലും ജീവചൈതന്യമായി ബുദ്ധിസിദ്ധി. ബുദ്ധി നിലകൊള്ളുന്നു ഭേദങ്ങളില്ലാതെ ശാസ്ത്രപുരോഗതി ലോകമുൾക്കൊള്ളുവാൻ. ബുദ്ധി നിലകൊള്ളുന്നു ഭേദങ്ങളില്ലാതെ ശാസ്ത്രപുരോഗതി ലോകമുൾക്കൊള്ളുവാൻ. സ്നേഹം ലയിച്ചിടും ജീവാമൃതിൽ നിന്ന് ലോകം കൊതിച്ചിടും പിറവികളായി. സ്നേഹം ലയിച്ചിടും ജീവാമൃതിൽ നിന്ന് ലോകം കൊതിച്ചിടും പിറവികളായി.
അപ്പിറവിതൻ നന്മകൾ സ്നേഹകരുണാദികൾ ജീവരക്ഷയ്ക്കും തുണയായവ. വധശിക്ഷയിൽപ്പെട്ട മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മതജാതി നോക്കാതെ കേരളീയരായ ഭാരതീയർ അത് നാനാത്വമേകുന്ന ഏകത്വമായിന്ന് ലോകമുൾക്കൊള്ളുന്ന ഭാരതീയം. ഋഷികളും അംബേദ്കറും ക്രിസ്തുവും നവിയും നയിക്കുന്ന ജനതൻ ഐക്യബോധം. മനസ്സിലെ ദുരാചാര മതിലു തകർത്തവിടെ ശാസ്ത്രപുരോഗതി യാഥാർത്ഥ്യമേകുമ്പോൾ കരുണതയാദി മാനുഷിക മൂല്യങ്ങൾ പാരസ്പര്യാശ്രയ വെളിച്ചമായത്തവേ ഹൃദയവും വൃക്കയും നേത്രകരളാദിയും അവയവ മഹാദാന ചർച്ചയ്ക്കു വിഷയമായി. ഹൃദയവും വൃക്കയും നേത്രകരളാദിയും അവയവ മഹാദാന ചർച്ചയ്ക്കു വിഷയമായി ആവശ്യക്കാർക്കവ വച്ചു നൽകിയതിൽ താരക പൊന്മണിമുത്തേ നീയുറങ്ങാരിരം രാരോ. ഓമനത്തിങ്കളോ പാടി പാടിയോമനെ നിന്നെയുറക്കാം. താരക പൊന്മണിമുത്തേ നീയുറങ്ങാരിരം രാരോ. താരണി തൽപ്പമൊരുക്കി കിടത്തിയെന്നോമനയെ ഞാനുറക്കി. താരണി തൽപ്പമൊരുക്കി കിടത്തിയെന്നോമനയെ ഞാനുറക്കി. താമര തണ്ടലർമയിൽ ഞാനൊരു തൂവണിപ്പട്ടു പുതച്ചു. ചാരത്തു നിന്നു ഞാൻ കണ്ട കവിളിലെ സായന്തനത്തിൻ്റെ ചന്തം. ഓമനത്തിങ്കളോ പാടി പാടിയോമനെ നിന്നെയുറക്കാം. താരക പൊന്മണിമുത്തേ നീയുറങ്ങാരിരം രാരോ. മന്ദാനിലൻ വന്നെന്നോമനയെ മെല്ലെ ഒന്നു തലോടി മറഞ്ഞു. മന്ദാനിലൻ വന്നെന്നോമനയെ മെല്ലെ ഒന്നു തലോടി മറഞ്ഞു. വാതായനത്തിലൂടന്തി പൊൻവേട്ടമ മേനിയെ പുൽകി പുണർന്നു. വാരിളം ചുണ്ടിൽ ഞാൻ കണ്ട ചിരിയിലെ വാർമഴവില്ലിൻ്റെ വർണ്ണം. ഓമനത്തിങ്കളോ പാടി പാടിയോമനെ നിന്നെയുറക്കാം. താരക പൊന്മണിമുത്തേ നീയുറങ്ങാരിരം രാരോ. ആരിരം രാരിരം രാരോ. ആരാരിരാരിരം രാരോ.
ദേവാദിദേവൻ ശിവൻ ചൊന്ന കാര്യങ്ങൾ ദേവനായി തീരുവാൻ നമ്മൾ ഗ്രഹിക്കണം. എന്താണ് കാര്യങ്ങൾ നന്നായി ഗ്രഹിച്ചിടിൽ പ്രശ്നങ്ങളില്ല, പ്രസന്നരായി തീർന്നിടും. പോയ യുഗത്തിലെ ചെയ്തികളാണല്ലോ ദുഃഖമായി ശത്രുവായി നമ്മെ സമീപിപ്പു. എല്ലാ പ്രയാസവും ഇല്ലായ്മ ചെയ്യുവാൻ, പൊല്ലാപ്പ് തീർന്നൊരു ജീവിതം ജീവിക്കാൻ, പാരിൽ പ്രസന്നരായി ഭാരതേ വാഴുവാൻ, പാരാഗരാജ്യം ഭരിച്ചു കഴിയുവാൻ, കേവല ചെയ്തികൾ മാത്രം മതിയാകും, പാരിൽ പരമാത്മസ്നേഹിയായി മാറണം. ആരാണു ഞാനെന്ന സത്യമറിയണം, ആത്മാവിൻ കാര്യങ്ങൾ സ്പഷ്ടമറിയണം. ആനന്ദസാഗരൻ തൻ്റെ സുതനാണു, നാശമില്ലാതുള്ള ആത്മാവ് ഞാൻ തന്നെ. ജ്യോതിസ്വരൂപനാമച്ഛൻ്റെ വാക്കുകൾ ജീവിച്ചിടും കാലമൊക്കവേ കേൾക്കണം. അച്ഛൻ പറയുന്നു നമ്മെ സുഖിപ്പിക്കാൻ, ഇച്ഛയില്ലാത്തവരായി നാം മാറണം. മോഹമില്ലാതൊരു ജ്യോതിസ്മരണയാ ജീവാത്മ കൈവല്യനായി മാറിയിടുമേ. ആത്മാപരമാത്മവൈക്യമീ ലോകത്ത് സാഗരതുല്യം സുഖം പകർന്നിടുമേ. ജ്ഞാനത്തിൻ സാഗരൻ തൻ്റെ സുതനായ ആത്മാവിൻ നാടകമാണല്ലോ വിശ്വത്തിൽ. ഈയൊരു കാര്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിടിൽ ഭാരതം പാവനമായി നീ മാറിയിടും. എല്ലാം മറക്കണം, ദുഃഖം കളയുവാൻ, സംതൃപ്ത സന്തോഷ ജീവിതം പോറ്റുവാൻ. സൃഷ്ടിസ്ഥിതി സംഹാരക കാരകൻ സാക്ഷാൽ ശിവൻ ചെന്ന കാര്യം ഗ്രഹിക്കണം. എങ്ങനെ ഞാൻ നിനക്കപരനായി, എങ്ങനെ ഞാൻ നിനക്കപരനായി, എങ്ങനെ ഞാൻ നിനക്കന്യനായി. ഏതോ കിനാവിൻ്റെ അപരാഹ്നവേളയിൽ ആരോ പറഞ്ഞതും അനുസരിച്ചു. എങ്ങനെ ഞാൻ നിനക്കപരനായി. എത്ര നാളൊപ്പം നടന്നു നമ്മൾ, എത്രയോ വീഥികൾ താണ്ടി നമ്മൾ, എത്ര വളവും പുളവും കടന്നുപോ, എത്രയോ കവലയിൽ ഒത്തിരുന്നു. എന്നിട്ടും എങ്ങനെ ഞാൻ നിനക്കപരനായി, എങ്ങനെ ഞാൻ നിനക്കന്യനായി. കടൽ കാറ്റൂതി പറത്തുവാൻ വെമ്പുന്ന കരമണൽ കാട്ടിൽ കളിച്ചുരുണ്ടു. എത്രയോ തിരകൾ ചവിട്ടിത്തിരിച്ചു നാം മിത്രഭാവങ്ങളിൽ ചേർന്നു നിന്നു. എത്രയോ തിരകൾ ചവിട്ടിത്തിരിച്ചു നാം മിത്രഭാവങ്ങളിൽ ചേർന്നു നിന്നു. എന്നിട്ടും എങ്ങനെ ഞാൻ നിനക്കപരനായി, എങ്ങനെ ഞാൻ നിനക്കന്യനായി. അസ്തമന സൂര്യവർണ്ണപ്പൊലിമയിൽ ആകാശശോഭകൾ ആസ്വദിച്ചു. സന്ധ്യകളൊട്ടേറെ ദർശിച്ചു നമ്മളും, സന്ധ്യകളൊട്ടേറെ ദർശിച്ചു നമ്മളും. അന്തിമലരികൾ കോർത്തിരുന്നു. എന്നിട്ടും അരികിലൻ ഹൃദയത്തിൽ സൗഹൃദ ശ്മശാനത്തിൽ
ഒരു പകലിൻ്റെ ജഡം എരിഞ്ഞമരുന്നു. അരികിലൻ ഹൃദയത്തിൽ സൗഹൃദ ശ്മശാനത്തിൽ ഒരു പകലിൻ്റെ ജഡം എരിഞ്ഞമരുന്നു. പുകതന്നിരുട്ടിൽ മനസ്സു പതറി ഞാൻ സ്തബ്ധനായി വിതുമ്പി. സ്നേഹം ശൂന്യത പൂകുന്നു വേദന വിഴുങ്ങുന്ന നേരം. അരികിലൻ ഹൃദയത്തിൽ സൗഹൃദ ശ്മശാനത്തിൽ ഒരു പകലിൻ്റെ ജഡം എരിഞ്ഞമരുന്നു. പുകതന്നിരുട്ടിൽ മനസ്സു പതറി ഞാൻ സ്തബ്ധനായി വിതുമ്പി. സ്നേഹം ശൂന്യത പൂകുന്നു വേദന വിഴുങ്ങുന്ന നേരം. ഗ്രാമദേശാന്തരം യാതനായാത്രകൾ. ഗ്രാമദേശാന്തരം യാതനായാത്രകൾ നാടിനെ ഉണർത്തി ധനം നേടിപ്പോയവൻ. നാടിനെ ഉണർത്തി ധനം തേടിപ്പോയവൻ. പേർഷ്യൻ പണം വന്നു ധവളിമ പുൽകിയ മാത്രയിൽ നീ എൻ്റെ വഴികാട്ടി, നീ എൻ്റെ വഴികാട്ടി. ഒറ്റയ്ക്കു നടക്കുവാൻ യത്നിക്കും പ്രവാസികൾ ഒറ്റുകാരാക്കുന്നു ബന്ധുമിത്രാദികൾ. ഒറ്റയ്ക്കു നടക്കുവാൻ യത്നിക്കും പ്രവാസികൾ ഒറ്റുകാരാകുന്നു ബന്ധുമിത്രാദികൾ. ഇവിടൊരു യുദ്ധം നമുക്ക് വേണോ? ഇവിടൊരു യുദ്ധം നമുക്ക് വേണോ? യുദ്ധം തീക്കളിയല്ലേ എന്നും ജീവൻ ചുട്ട് കരിക്കും കളിയിൽ കരളുകൾ വിങ്ങി മരിക്കും നാട്ടിൽ ഇനിയൊരു യുദ്ധം ഇവിടിനി എന്തിന്? ഇവിടൊരു യുദ്ധം നമുക്ക് വേണോ? യുദ്ധം തീക്കളിയല്ലേ എന്നും ജീവൻ ചുട്ടുകരിക്കും കളിയിൽ കരളുകൾ വിങ്ങി മരിക്കും നാട്ടിൽ ഇനിയൊരു യുദ്ധം ഇവിടിനി എന്തിന്? തീരാ പകയായി മനുഷ്യക്കുരുതികൾ, തീരാ പകയായി മനുഷ്യക്കുരുതികൾ മണ്ണിൽ ചീന്തിയ രക്തക്കറകൾ കണ്ണിൽ കടലിൽ മുങ്ങിമരിക്കും പിഞ്ചോമനകൾ ചിരിക്കു നിലയ്ക്കും. ഇവിടൊരു യുദ്ധം നമുക്ക് വേണോ? ഇനിയൊരു യുദ്ധം ഇവിടിന് എന്തിന്? കൈകളിൽ ആയുധം എന്തിടും മർത്യ, നിൻ കരുണകൾ ഇവിടെ എന്തിനൊളിച്ചു? മുറിവുകൾ മൂടിയ തനുവിൻ നീറ്റൽ അമ്മതൻ കണ്ണീർ പുഴതൻ ഉപ്പിൽ എന്തിന്? ഇവിടൊരു യുദ്ധം ഇവിടൊരു യുദ്ധം നമുക്ക് വേണോ? പുകമറ തീർക്കും ആകാശം, ചുവന്നു തൊടുക്കും ഭൂമി പെണ്ണും, വെടിയൊച്ച ഉതിർക്കും ശബ്ദത്തിൻ പാവൻ മർത്യം ധരിച്ചു വീഴും. പിന്നീടൽപ്പം മൗനം, പിന്നിവിടൽപ്പം മൗനം. ഈ യുദ്ധം ആർക്കു വേണ്ടി? ഇവിടൊരു യുദ്ധം നമുക്ക് വേണോ? മർത്യനെ മർത്യൻ കൊന്നിട്ട് ലോകമഹത്വം വാഴ്ത്തുന്നു. അതിമോഹത്തിൻ അധോഗതി, ഇതാണോ നിങ്ങൾ പുരോഗതി? ഇതാണോ മർത്യ നിൻ ശക്തി? ഈ യുദ്ധം ആർക്കു വേണ്ടി? ഇവിടൊരു യുദ്ധം നമുക്ക് വേണോ? സ്വപ്നങ്ങൾ ചുറ്റും ചിതറുന്നു, പുഞ്ചിരിയങ്ങ് ഒളിക്കുന്നു. സ്നേഹത്താൽ മുട്ടി വിളിച്ചാൽ ഇന്നടഞ്ഞ വാതിലുകൾ മാത്രം തീരാ ദുഃഖം തന്നിടാൻ കുരുമ്പിരി കൊള്ളും യുദ്ധത്തിൽ. ഉണരുക നമ്മൾ ഈ കുരുതിക്കെതിരെ പൊരുതുക സഹജീവികയ്ക്കായി. ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ട, ഇവിടൊരു യുദ്ധം നമുക്ക് വേണ്ട. ലാഭക്കൊതിയാളന്മാർ കൈകളിൽ പിടഞ്ഞു വരിക്കും ദുശ്ചെയ്തികളാലെ. പോരാടുക നമ്മൾ ഇനി ഇവിടെ, ശാന്തിക്കായി നാടുണരട്ടെ, ഇവിടെ നന്മകൾ ഉയരട്ടെ. പോരാടുക നമ്മൾ
ഇനി ഇവിടെ ശാന്തിക്കായി നാടുണരട്ടെ, ഇവിടെ നന്മകൾ ഉയരട്ടെ. അച്ഛനോടൊപ്പം പിച്ച കളിച്ചു ഞാൻ, ഓർത്തുപോയി ഞാൻ എൻ്റെ കുഞ്ഞുകാലം. ഒച്ചയില്ലാതെ ഓർമ്മയിൽ ശാന്തനായി പുഞ്ചിരിച്ചുണ്ടിൽ നൃത്തമാടി. കട്ടുറുമ്പിനോടും കാരുണ്യമുള്ളവൻ, സ്നേഹക്കടലിലെ നാവികൻ എന്നച്ഛൻ. വേദനയിലും ഹൃദയശാന്തനായി തീർന്നിടാൻ അച്ഛൻ പഠിപ്പിച്ച നല്ല പാഠം. എത്ര കുറിച്ചാലും എത്ര പറഞ്ഞാലും വെൺതിങ്കൾ സ്നേഹനിലാവാണച്ഛൻ. വഴക്കു ശിക്ഷകളൊന്നുമേ ഇല്ലാതെ മഹത്വവചനത്താൽ ശാന്തനാകും. സത്യസന്മാർഗികൾ നിത്യം കാത്തിടാൻ തീവ്രമതശുദ്ധി കർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവനെന്നച്ഛനല്ലോ, എന്നുമെൻ സദ്ഗുരുനാഥനല്ലോ. രോഗദുരിതങ്ങൾ എല്ലാം മറന്നിട്ട് ഞങ്ങളെ ചേർത്തു പിടിപ്പിച്ചതച്ഛൻ. ജീവിതസാഗര തിരകളിൽ വഞ്ചിയിൽ യാത്ര തുടർന്നൊരു തുഴയാളിയച്ഛൻ. നീളെ നീളെ പൊഴിയുന്നു മുത്തുകൾ, മാല കോർക്കുന്നു വെള്ളനൂലിഴകളാൽ. മാരിവില്ല് കുലയ്ക്കും നിദാഷാഢം, നീരത വഞ്ചി തുഴയും നിദാരോ. നീളെ നീളെ പൊഴിയുന്നു മുത്തുകൾ, മാല കോർക്കുന്നു വെള്ളനൂലിഴകളാൽ. മാരിവില്ലു കുലയ്ക്കും നിദാഷാഢം, നീരത വഞ്ചി തുഴയും നിദാരോ. മീതെ മീതെ തുളുമ്പുന്നു തുള്ളികൾ, നീർത്തടങ്ങളായി ഒത്തുചേരുന്നു. ചാരുരമ്യ പരിരംഭണങ്ങളാൽ മാനസം മണി വീണയാകുന്നു. ചേലരും മഴത്തുള്ളികളിറ്റിറ്റു പാരിലങ്ങനെ മെല്ലെ പൊഴിയവേ. മാഞ്ചോട്ടിലുണ്ണികൾ ഓടിയെത്തുന്നു, മാങ്കനി പെറുക്കി തുള്ളിയാർക്കുന്നു. മാനത്തു കണ്ണികൾ തുള്ളിപ്പുളയ്ക്കുന്നു, താപസനത്തുകൾ നാവു നീട്ടുന്നു. പൊൽപ്പരൽ മീനും നീന്തി തുടിക്കുന്നു, മാരി താളത്തിൽ പെയ്തലച്ചിടുന്നു. മാനത്തു കണ്ണികൾ തുള്ളിപ്പുളയ്ക്കുന്നു, താപസനത്തുകൾ നാവു നീട്ടുന്നു. നാട്ടുനന്മതൻ കൂട്ടം നടിച്ചൊരാ നല്ല നാടകക്കാലം പൊലിഞ്ഞെന്നോ. നാളുകൾ നീണ്ട പരിശീലനം കൊണ്ട് നേടിയാടിയ നന്മ മറഞ്ഞെന്നോ. സംഘബോധക്കരുത്തു പകർന്നിട്ട തെരുവു നാടകം മൺമറഞ്ഞെന്നോ. ചെണ്ടട്ടിപ്പിൾ ചടുല താളത്തിൽ അലറിയാടിയ നാടകക്കാലം തബല മദ്ദള ലയന താളത്തിൽ ഒഴുകിയെത്തിയ നാടകക്കാലം. ഉണർത്തുപാട്ടിൻ ഉടുക്കൊച്ച പേറി മുരളീനാദമായി മധുരിക്കും കാലം. ഗ്രന്ഥപ്പുരയുടെ ഗരിമ വിളിച്ചോതി സംഘടിപ്പിച്ച നാടകമത്സരം. സങ്കടക്കടൽ നീന്തിക്കടക്കുവാൻ എന്തു ചെയ്യണം നാം എന്നതോർക്കുക. പഴയ നാടകപ്പേരുകൾ എന്നുള്ളിൽ പോരിനല്ലാതെ പാൽ ചിരി തൂകുന്നു. പഴയ നാടകപ്പേരുകൾ ഭാരതീയം, പശുഗായത്രിയും പടിപ്പുരയും പിന്നെ ഉച്ചാടനവും. മുറജപത്തിനു പോയ സഞ്ചാരികൾ കൊടുക്ക ദ്രൗണി
ഒരു പാമ്പു നാടകം കാട്ടുമാക്കാൻ കരയാതിരിപ്പതും ആശാസദനത്തിലന്തേവാസിയും സമീക്ഷ പേടകം കബന്ധങ്ങൾ സത്രവും കൺമുന്നിൽ ദൃശ്യവിസ്മയമാകുന്നു. വാടകയ്ക്കെടുത്തയ്യപ്പഡ്യൂമുകൾ അതാതിടങ്ങളിൽ ഉറപ്പിച്ചിറങ്ങിയിട്ട് സമയക്ലിപ്തത കൃത്യമായോർത്തിട്ട് സുഹൃത്തു നിന്ന് ദീപം തെളിക്കുന്നു. സൂത്രധാരൻ്റെ വേഷം ധരിച്ചു ഞാൻ വേദിയിൽ നിന്ന് പുഞ്ചിരി തൂകുന്നു. വേദിയിൽ നിന്ന് പുഞ്ചിരി തൂകുന്നു.